ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതൊരു വയനാടൻ സ്പെഷ്യലായിട്ടാണ്, ഭയങ്കര ടേസ്റ്റാണ്. കോഴിയട എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം എനിക്ക് ഇതെടുന്ന റെസിപ്പി കിട്ടിയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുന്നേ നമുക്ക് കണ്ടുവെക്കാം. ആദ്യം തന്നെയല്ലേ ഞാനൊരു 200 ഗ്രാം ചിക്കൻ എടുത്തേ. അധികം എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് ഞാൻ എടുത്തത്. എല്ലുള്ളതായാലും കുഴപ്പമില്ല. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾ പൊടി, മുളക് പൊടി ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തേന്. ഞാൻ ആദ്യം വലിയ വലിയ പീസസ് ആയിരുന്നു എടുത്തത്. അതിന് ഞാനൊന്ന് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ടാക്കിന്. ഇത് നമ്മൾക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ പീസസ് ആക്കി എടുത്തതാണ്. ഒരു 200 ഗ്രാം ചിക്കൻ മതി. നോർമൽ മാരിനേഷനാണ് കേട്ടോ ഞാൻ ചെയ്തത്. സാധാരണ നമ്മൾ പൊരിക്കുമ്പം ചെയ്യുന്ന മാരിനേഷനാണ് ചെയ്തത്. ഇനി കുറച്ച് വെളിച്ചെണ്ണയിൽ ഇത് ഒന്ന് പൊരിച്ചെടുക്കുക. ഈ റെസിപ്പി വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക, എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇത് ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുക്കാനുള്ള, അതുകൊണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ച് മൊരിയിച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും, കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കിയാലേ. അപ്പോൾ ഇത് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തേന്. ഇനി ഇത് കോരി മാറ്റാം. ഇത് കോരിയിട്ട് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ ഇതിൻ്റെ എല്ലെല്ലാം കളഞ്ഞിട്ട്, ഞാൻ എടുത്ത പീസസിൽ കുറച്ച് എല്ലുണ്ടായിരുന്നു. അപ്പോൾ എല്ലെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ മീറ്റ് മാത്രം സെപ്പറേറ്റ് ആക്കി എടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇതേണ്ട ഇതേപോലെ ഞാൻ പീസസ് ആക്കി എടുത്തിന്. വേണമെങ്കിൽ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാം, അത് എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ആ സെയിം പാനിലോട്ട് തന്നെ ഇതൊന്നും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ടേസ്റ്റ് ആക്കാൻ പോകാനേ. അപ്പോൾ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിന്. പിന്നെ മുളക് പൊടി കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് കുറച്ച് മുളക് പൊടിയും പിന്നെ ഒരു നുള്ളുപ്പും കൂടി ഇട്ടാണ്. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. തീ കുറച്ച് വെക്കണേ, മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തിട്ട്, മുഴുവനായിട്ട് ഇടണ്ട, കട്ട് ചെയ്തിട്ട് തന്നെ ഇടണം കേട്ടോ. കാരണം ഇത് നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മസാലയാണ്, അതുകൊണ്ടാണ് കട്ട് ചെയ്തിടണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ ഒരു കറിവേപ്പിലിൻ്റെ ടേസ്റ്റും വന്നിട്ട് നല്ല രുചിയായിരിക്കും ഇത് ഈ ഒരു ഫില്ലിങ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ ഉള്ളിയോ ഒന്നും ഇട്ടിട്ടില്ല. ഇത് ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് അരിമാവ് എടുക്കണം. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പക്ഷേങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഒറോട്ടി അല്ലെങ്കിൽ പത്തൽ എന്നെല്ലാം പറയുന്ന പൊടിയില്ലേ, പത്തൽ പൊടി അല്ലെങ്കിൽ ഒറോട്ടി പൊടി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും കേട്ടോ. ഇപ്പോൾ അജുമീൻ്റെ പത്തൽ പൊടിയില്ലേ, പത്തിരിയല്ല പത്തലാണ്. പത്തലായാലാണ് നിങ്ങൾക്ക് പച്ചവെള്ളത്തിൽ കുഴക്കാൻ പറ്റുക. പത്തിരിപ്പൊടിയാണെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴച്ച് വാട്ടിയെടുക്കേണ്ടി വരും. അത് നിങ്ങളെ ഇഷ്ടം പോലെ ഏതായാലും എടുക്കുക കേട്ടോ. രണ്ടായാലും ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുഴച്ചെടുക്കുക. അപ്പം ഞാനിപ്പം പത്തൽ അല്ലെങ്കിൽ ഒറോട്ടിപ്പൊടി എടുത്തുകൊണ്ട് നോർമൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നതാണ്. അപ്പം നിങ്ങളിൽ ഇപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റൈല് നൈസ് പത്തിരിൻ്റെ പൊടിയാണ് ഉള്ളെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചൂടുവെള്ളത്തിൽ വാട്ടി കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭയങ്കര ലൂസും ആവാൻ പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയും ആവണ്ട. ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഷേപ്പ് പോവും, ഷേപ്പ്ലെസ് ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഇത് പരത്തുന്ന സമയത്ത് സൈഡിൽ ക്രാക്സ് ഒന്നും വീഴാൻ പാടില്ല, ഇങ്ങനെ വിള്ളലൊന്നും വീഴാൻ പാടില്ല. എന്നാൽ ഭയങ്കര ലൂസും ആവരുത് കേട്ടോ. ലൂസ് ആവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളിങ്ങനെ ഷേപ്പ് ആക്കുമ്പോൾ എല്ലാം നല്ല ഉറച്ച് നിൽക്കണം, അത്രയേ വേണ്ടൂ. അപ്പോൾ ഇതാ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു സൈസിലുള്ള ബോൾസ് ആക്കിയിട്ട് നല്ല നൈസായിട്ട് പരത്താം. നൈസായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മൈദമാവ് കൊണ്ട് ചെയ്യുന്ന പോലെ അത്ര നൈസാക്കാൻ അരിപ്പൊടി കൊണ്ട് പറ്റൂല. അപ്പോൾ എന്താ പറയുക, കാര്യം നമുക്ക് ഷേപ്പാക്കി എടുക്കേണ്ടതല്ലേ. അന്നേരം ഈ ഒരു കട്ടിയിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു കട്ടിയിലൊന്ന് പരത്തിയെടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് അടകളാക്കി എടുക്കുക. കുറച്ച് ഫില്ലിംഗ് എല്ലാം മാത്രമേ വെക്കാൻ പറ്റൂ, കൂടുതൽ ഫില്ലിംഗ് ഒന്നും വെക്കാൻ പറ്റില്ല. ഇതാ ഈ ഒരു സൈസിലുള്ള കുഞ്ഞു കുഞ്ഞ് മിനി അടകളാക്കിയെടുക്കുക. ഈ ഒരു പണി കുറച്ച് ടൈം എടുക്കുന്നതാണ്, പക്ഷെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിത് ഉണ്ടാക്കി വരുമ്പോൾ ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് പണിയാണല്ലോ എന്ന്, പക്ഷെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റില്ലേ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ വലിയ വലിയ അടയാക്കാണ്ട് ഞാൻ ഈ കാണിച്ച പോലെ കുഞ്ഞു കുഞ്ഞ് അടകൾ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇതാ ഈ ഒരു സൈസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ.
പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനിതൊരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ റെസിപ്പി കിട്ടിയ, ലിയാൻസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൽ നിന്ന്. അപ്പം ഞാനിത് കണ്ടേരെ എനിക്ക് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അങ്ങനെയാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേങ്കിൽ ഈ ഒരു അട ഉണ്ടാക്കുന്ന പ്രോസസ്സ് മാത്രം കുറച്ച് ടൈം എടുക്കുന്നതാണ്. ബാക്കിയെല്ലാം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയെല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനെടുത്ത അളവ് ഇതാ ഇത്രയും അടകളാണ് ഉണ്ടാക്കാൻ പറ്റിയത്. ഇതൊരു 3-4 ആൾക്ക് സെർവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ആവി കയറ്റിയെടുക്കണം, സ്റ്റീം ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ വെക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ വെച്ച പോലെ താഴെ വെച്ച പോലെ മേലെ മുഴുവനായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതാവുമ്പം ചൂടാറി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റൂ. നിങ്ങൾ ഒരൊറ്റ ലെയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വാഴയില വെക്കുക, എന്നിട്ട് അടുത്ത ലെയർ വെക്കുക, അങ്ങനെ ചെയ്യുക. ഒരു അടൻ്റെ മേലെ ഒരട വെക്കണ്ട, ജസ്റ്റ് ഒറ്റ ലെയർ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വാഴയില വെച്ചിട്ട് അടുത്ത ലെയർ വെക്കുക, അതിൻ്റെ മേലെ ഒരു പീസ് വാഴയിലയും കൂടി വെച്ചിട്ട് അടുത്ത ലെയർ വെക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ താഴെ കുറച്ചധികം വെച്ച് പോയിന്. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഒന്നും കൂടി എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇത് അരമണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ അരമണിക്കൂർ സ്റ്റീം ചെയ്തിട്ട് ഓഫ് ചെയ്ത് ഒന്ന് അതിൻ്റെ സ്റ്റീമെല്ലാം കുറച്ച് കുറഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്നത്. ഇത് വേണ്ട, നല്ലോണം വെന്ത് വന്നിന്. മേലെ വെച്ചത് നമുക്ക് ഇങ്ങനെ വാഴയില വെച്ചതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ താഴെ ഞാൻ അട്ടിയായിട്ട് വെച്ചത് ചൂടാറി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പെട്ടെന്ന് ഇളക്കാൻ പറ്റൂ. പിന്നെ മേലെ പച്ചവെള്ളമെല്ലാം ഒഴിച്ചാൽ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് ടൈമെല്ലാം ചെയ്യുന്നതാണെങ്കിൽ ഓരോ ലെയറായിട്ട് വാഴയില വെച്ച് ചെയ്താൽ മതി. ഇനി നമുക്കൊരു ബേസിക് ഒരു നോർമൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, പിന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം. ഞാനെടുത്ത പച്ചമുളക് എരിവ് കുറവാണ് കേട്ടോ, അതാ കുറച്ച് അധികം എടുത്തത്. പിന്നെ ഒരു നോർമൽ സൈസുള്ള തക്കാളി, ഒരു ഉള്ളി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ആദ്യം ഒന്ന് വാട്ടുക, ഒരു മിനിറ്റ് ഒന്ന് വാട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് പൗഡേഴ്സായിട്ട് 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും സെയിം അളവാണ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. അപ്പോൾ അതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ തന്നെ ഉപ്പും കൂടി എടുത്തിന്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിക്കൊടുക്കുക. ഇനി ഇതിലേക്കില്ലേ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഞാൻ ഇത് 1/2 കിലോ ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുഞ്ഞു പീസായിട്ട് കട്ടാക്കി എടുക്കാൻ നോക്കിയാൽ മതി. അതും കൂടി ഇടാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചേ. ഇതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഇതൊരു നോർമലായിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയല്ലേ. അപ്പോൾ ഇത് അവിടെ അടച്ചിട്ട് ഒരു 3 വിസിൽ, മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക, നിങ്ങളെടുക്കുന്ന ചിക്കൻ്റെ വേവ് പോലെ. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം, ഫെനൽ സീഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണ 1-2 പ്രാവശ്യം യൂസ് ചെയ്തല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ. വേണമെങ്കിൽ കുറച്ച് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒഴിക്കാണ്ട് ഇതാ ഈ ഒരു കളറാകുന്നവരെ വറുത്തെടുത്താൽ മതി. വല്ലാണ്ട് അങ്ങ് കറുത്ത് പോകണ്ടേ, ഈ ഒരു മീഡിയം ആയിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ അത് ചൂടാറിക്കഴിഞ്ഞാൽ നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ ചിക്കന് 3 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ വിസിലെല്ലാം അതിലുള്ള പ്രഷറെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തിന് കറക്റ്റായിട്ട് വെന്ത് വന്നിന്. അപ്പോൾ നമ്മൾ ഐറ്റംസ് എല്ലാം റെഡിയായി. ചിക്കൻ കറിയും അടയും അരപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ആ സെയിം പാൻ തന്നെ വെച്ചിന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുക. ഇത് കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനുള്ള പരിപാടിയാണ്. ഇങ്ങനെ ഇല്ലെങ്കിലും ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് ചെറിയ ഉള്ളി ഏറ്റവും നല്ല, വലിയ ഉള്ളി ആണെങ്കിലും കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കളറ് മാറുക, നല്ലോണം മുരിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ കറി ഒഴിച്ച് കൊടുക്കുക. എനിക്ക് ചിക്കൻ കറി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ നോക്കി ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിതിപ്പം എടുത്തത് എനിക്ക് കറക്റ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കുക. അരപ്പ് നല്ല പേസ്റ്റ് പോലെ അരക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഇതിലേക്ക് നമ്മൾ അട ഇട്ട് കൊടുക്കുക. ഇതില്ലേ ചിക്കൻ കറി കാണുമ്പോൾ കുറച്ച് കൂടുതലാണെന്ന് തോന്നും, പക്ഷേ ഇത് അട ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കുമ്പോൾ അതിൽ കറക്റ്റ് ഇങ്ങനെ പരണ്ട് വരും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണൂർ സ്റ്റൈല്, നമ്മളെ കുഞ്ഞിപ്പത്തിലില്ലേ, ആണപ്പത്തിൽ അല്ലെങ്കിൽ കക്കോ റോട്ടി എന്നെല്ലാം പറയുന്ന സാധനമില്ലേ, അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണിത്. അത് നമ്മൾ നോർമൽ അരി ഉരുട്ടിയിട്ട് കുഞ്ഞു പീസായിട്ട് ഇങ്ങനെ കറിയിലിട്ട് തിളപ്പിക്കും. പക്ഷെങ്കിൽ ഇത്
അടയാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു അടയാക്കിയിട്ട് ഇതേപോലെ ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നന്ന ചെറിയ തീയിലല്ല, ഒരു മീഡിയം തീയിൽ തന്നെ 2-3 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ ഗ്രേവി ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഗ്രേവി ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. കറി മൊത്തത്തിൽ ഒഴിക്കണമെന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന അളവ് കുറച്ച് കൂടിപ്പോയാലോ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പരുവം കറക്റ്റാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ ഈ ഒരു പരുവത്തിൽ കിട്ടീന്. അപ്പോൾ അധികം ഡ്രൈ ആവാൻ നിൽക്കണ്ട, കാര്യം ഇതൊന്ന് ചൂടാറുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിയട. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഒരു പരിപാടിയിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലുണ്ടാകുമ്പോൾ ഉണ്ടാക്കിയാൽ ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും ഈ ഒരു ഐറ്റം. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ, കുറച്ച് സമയമെല്ലാം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു അട ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കും ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ പക്ഷേ ഇത് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കുന്നവർക്കും എന്തായാലും ഇഷ്ടമാവും. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇൻഷാ അല്ലാ പുതിയൊരു റെസിപ്പിയും വ്ളോഗെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.